എം പ്രകാശൻ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, അസാധാരണമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊരു പോരാട്ടത്തിന്റെ തുടർച്ച കൂടിയാണ്. എന്താണ് സംസ്ഥാന സർക്കാർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്? ഇതൊരു അസാധാരണമായ ഒരു നീക്കമാണ് എന്നുള്ളത് നേരത്തെ ഇത്തരം കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലക്ക് ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും 6 സംസ്ഥാനങ്ങൾക്ക് അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. ഗവർണർ തങ്ങൾ പാസാക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ഭരണഘടനക്കകത്ത് എന്താണ് രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും സംസ്ഥാന നിയമസഭകളും അതുപോലെ പാർലമെൻറ്റും പാസ്സാക്കുന്ന നിയമങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ മേലെയുള്ള വിവേചന അധികാരം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അവർക്കതിന് മേലെ പ്രത്യേകമായിട്ടുള്ള വിവേചന അധികാരം ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിച്ചാൽ SR ബൊമ്മ കേസിലും അതുപോലെ രാമേശ്വർ പ്രസാദ് കേസിലും സുപ്രീം കോടതി തന്നെ നേരത്തെ വിധി പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും തീരുമാനങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്നാണ്. ഇവിടെ യാതൊരു ന്യായീകരണവുമില്ലാതെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗവർണർ അയച്ചിരിക്കുന്ന 7 ബില്ലുകളിൽ 3 ബില്ലുകൾ അദ്ദേഹം നേരത്തെ ഓർഡിനൻസ് ആയിട്ട് അംഗീകരിച്ച ബില്ലുകളാണ്. ആ ബില്ലുകൾ അതേപടി തന്നെയാണ്, ഓർഡിനൻസ് അതേപടി തന്നെയാണ് ബില്ലായി വന്നിട്ടുള്ളത്. അത് രാഷ്ട്രപതിക്ക് അയക്കുന്നതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഇവിടെ സുപ്രീം കോടതി ഗവർണറുടെ തെറ്റായ നിലപാടിനെതിരെ ശക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുകയും കേരള ഗവർണർ കൂടി ഇത് വായിച്ചു നോക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത്. അതിൽ ചില ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ചു, ബാക്കി ബില്ലുകൾ വെച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തിന്റെ മേലെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ നിലപാടല്ല രാഷ്ട്രപതി ആയാലും അതുപോലെ തന്നെ ഗവർണർ ആയാലും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ ആണല്ലോ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. വളരെ കൃത്യമായ നിലക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി തന്നെ ഈ സമീപകാലത്ത് പറഞ്ഞിരിക്കുന്ന വിധിയിൽ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്, ഗവർണർക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു അധികാരമില്ലെന്നുള്ള കാര്യം. The governor is a symbolic head and cannot withhold action on bills passed by the state legislature. ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവാണ്. പഞ്ചാബ് വിധിക്കകത്ത് ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. The fundamental principle of constitutional law which has been constantly followed since the constitution was adopted is that the governor acts on the aid and advice of the council of ministers എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Except in those areas where the constitution is entrusted the exercise of discretionary power to the governor. ഗവർണർക്ക് പ്രത്യേകമായിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ തന്നിരിക്കുന്ന മേഖലയിൽ അല്ലാതെ സംസ്ഥാന നിയമസഭകളുടെ ബില്ലിനെ ഗവർണർക്കും അതുപോലെ പാർലമെന്റ് അംഗീകരിക്കുന്ന ബില്ലിനെ രാഷ്ട്രപതിക്കും തടഞ്ഞു വെക്കാനാവില്ല. ഇവിടെ ഗവർണർ എന്തു ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥയുണ്ടല്ലോ. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമില്ലെങ്കിൽ നിയമസഭയ്ക്ക് ഒന്നുകൂടി തിരിച്ചേക്കാം, നിയമസഭയ്ക്ക് അതിനുവരെ ക്ലാരിറ്റി നൽകാം. ആ ക്ലാരിറ്റിയും ഗവർണർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അംഗീകരിക്കല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് അയക്കാം. ഇവിടെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാ? 1 കൊല്ലക്കാലത്തിലേറെ 2 കൊല്ലത്തോളമായിട്ട് ചില ബില്ലുകൾ അദ്ദേഹം കയ്യിൽ വെക്കുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ആ ബില്ലുകളിൽ 4 ബില്ലുകൾ ഇതുവരെ അംഗീകരിക്കുന്നില്ല. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഭരിക്കാൻ അനുവാദം ഉണ്ടാവണ്ടേ? ഭരിക്കാൻ ആവശ്യമായ നിലക്കുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന പോലെ രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമൊന്നുമല്ല നടത്തുന്നത്. ഭരണഘടന എല്ലാവർക്കും ബാധകമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നിയമമന്ത്രി പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് മേലെയല്ല ആരും. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാവട്ടെ, MLA-മാരാവട്ടെ, MP-മാരാവട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, ഗവർണർമാരോ രാഷ്ട്രപതിയോ ആവട്ടെ, അവരാരും ഭരണഘടനയുടെ മേലെയല്ല. ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിലെ നിയമവാഴ്ച ഉറപ്പാക്കണം. ഇതാണ് ഞങ്ങൾ നടത്തുന്ന ശ്രമം. അല്ലാതെ ഇതൊരു പോരാട്ടമോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നീക്കമല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് അവർക്ക് ഭരിക്കാൻ അവകാശമാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടമാണ്. തീർച്ചയായും.